നമശിവായ. നമസ്കാരം. ഇന്ദിരാനന്ദം ബ്രഹ്മാനന്ദത്തിൻ്റെ പ്രഭാത വന്ദനം. ഗീത ഹൃദയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് താമസിച്ചതിൽ ക്ഷമിക്കണം. രാവിലെ സ്റ്റോറേജ് ഫുള്ളായിരുന്നു, അതുകൊണ്ട് റെക്കോർഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. നഗുരോരധികം തത്വം നഗുരോരധികം തവ തത്വജ്ഞാനാത് പരം നാസ്തി തസ്മൈ ശ്രീ ഗുരവേ നമഃ. നാം കഴിഞ്ഞ ദിവസം വരെ ശ്രദ്ധിച്ചത് അധ്യായം 2 സാംഖ്യയോഗത്തിലെ ശ്ലോകം 21 വരെയാണ്. ഇവിടെ ജീവാത്മാവിൻ്റെ സവിശേഷതകളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, നാം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. ഭഗവാൻ അർജുനനെ ഉപദേശിച്ചുകൊണ്ടിരുന്ന ഭാഗം. ഇനി നമുക്ക് ശ്ലോകം 22 നോക്കാം. അതും ജീവാത്മാവിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹ്ണാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാന്യാനി സംയാതി നവാനി ദേഹി. ഇതിൻ്റെ അർത്ഥം പറയുമ്പോൾ മനുഷ്യൻ ജീർണിച്ച വസ്ത്രം മാറ്റി പുതിയ വസ്ത്രം ധരിക്കുന്നത് പോലെ, അഥവാ ജീവാത്മാവ് പഴകിയ ശരീരം ത്യജിച്ച് പുതിയതൊന്ന് സ്വീകരിക്കുന്നു. ദേഹി ജീർണിച്ച ശരീരം ത്യജിച്ച് പുതിയൊരു ശരീരം സ്വീകരിക്കുന്നു. എന്നാൽ അതിനെ ഓർത്ത് പഴയ വസ്ത്രം മാറ്റി പുതിയത് ധരിക്കുമ്പോൾ അതിനെ പഴയതിനെ ചൊല്ലി ആരെങ്കിലും കരയാറുണ്ടോ അർജുന എന്നാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ ചോദിക്കുന്നത്. ആ ജീവാത്മാവിനെ യഥാർത്ഥത്തിൽ ആരെക്കൊണ്ടും ഇല്ലാതാക്കാൻ ആകുന്നില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. സാഖ്യദർശനത്തിൽ കപിലമുനി പറഞ്ഞതും ഇത് തന്നെയാണ്. ആ കാര്യം തന്നെയാണ് കഴിഞ്ഞ ശ്ലോകങ്ങളിലും കപിലമുനിയുടെ സാഖ്യദർശനത്തിനെ ഉദാഹരിച്ച് നമ്മൾ സംസാരിക്കുകയുണ്ടായി. സാഖ്യദർശനത്തിൽ കപിലമുനി പറയുന്നത്, ശരീരത്തിന് നാശം വന്നാലും ഒരേ ഒരു ആത്മാവിന് നിരവധി ദേഹങ്ങളുമായി ബന്ധമുണ്ടാകുന്നു. കുടത്തിന് ആകാശവുമായി ബന്ധമുള്ളതുപോലെ ശരീരം നശിച്ചാലും ആത്മാവ് നിലനിൽക്കുന്നു. മൺകുടം ഉടഞ്ഞാലും ആകാശം നിലനിൽക്കും പോലെ ശരീരത്തിനെ നാശമുള്ളൂ. ഓരോ ജനനവും ശരീരവുമായുള്ള ബന്ധം മാത്രമാണ്. അനേക ശരീരങ്ങളുമായി ഒരേ ജീവൻ സംബന്ധം സ്ഥാപിക്കുന്നു. അത് ജനനം. സംബന്ധം വിടുന്നത് മരണം. ഈ ആശയമാണ് ശ്ലോകത്തിന് ആധാരമായി ഭഗവാൻ സ്വീകരിച്ചത്. കപിലമുനി പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഭഗവാനും അർജുനനോട് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ പവർ സപ്ലൈ കറണ്ട് പോയതുകൊണ്ടാണ് വെട്ടം പോയത്, ക്ഷമിക്കുക. ജീവാത്മാവ് അനിത്യമാണെന്ന് വീണ്ടും ഈ ശ്ലോകത്തിലൂടെയും ഭഗവാൻ അർജുനനോട് പറഞ്ഞ് സ്ഥാപിക്കുകയാണ്. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഈ വെളിച്ചക്കുറവിൻ്റെ ഇടയിൽ നമുക്ക് ഇന്ന് ഇവിടം കൊണ്ട് നിർത്താം. നാളെ അടുത്ത ശ്ലോകവുമായി നല്ല രീതിയിൽ നമുക്ക് സംവദിക്കാം. ഏവർക്കും ഭഗവാൻ അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു, വിശ്വസിക്കുന്നു. ജീവാത്മാവിൻ്റെ സവിശേഷതകൾ ഭഗവാൻ അർജുനനോട് പറയുന്നത്. നമുക്ക് പ്രകാശം വന്നു. ഒന്നുകൂടെ 2 കാര്യങ്ങളൂടെ പറഞ്ഞോട്ടെ. സാഖ്യകാരൻ്റെ സാഖ്യ ദർശനത്തിലെ കപിലമുനിയെ കഠോപനിഷത്തിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പിന്തുണയ്ക്കുന്നുണ്ട്. ഇക്കാര്യം മനസ്സിലാക്കാതെ മുകളിൽ പറഞ്ഞ കാര്യം, ദേഹിയെ പോകുന്നുള്ളൂ എന്നും ജീവാത്മാവ് നിത്യമാണെന്നുള്ള കാര്യം മനസ്സിലാക്കാതെ മരിച്ച പിതൃക്കൾക്കായി അനേകം പേർ ശ്രാദ്ധമൂട്ടുന്നു. കണ്ടിട്ടില്ലേ? വാവുബലി പോയി ദിവസങ്ങളിൽ പോയി ശ്രാദ്ധമൂട്ടുന്നു. ഓരോ വാർഷികങ്ങളിൽ പോയി ആണ്ടുബലി എന്ന് പറഞ്ഞ് ശ്രാദ്ധമൂട്ടുന്നു. ശ്രാദ്ധമൂട്ടൽ ഒരിക്കലും വൈദികമല്ല, പ്രേതപൂജയാണ്. ഈ കാഴ്ചപ്പാട് ചൈനക്കാരിൽ നിന്ന് ബൗദ്ധർ വഴി ഇന്നത്തെ ഹിന്ദുക്കൾക്ക് കിട്ടിയതാണെന്ന് കപിലതന്ത്രത്തിലും ഗീതയിൽ നിന്നും വേദശ്രുതി പ്രമാണങ്ങളിൽ നിന്നും വ്യക്തമാകുന്നുണ്ട്. അവിടെയൊന്നും ഇത്തരം ദുരാചാരങ്ങൾക്ക് പ്രമാണമില്ല. ഈ അധ്യായത്തിലെ തുടർന്നുള്ള ശ്ലോകങ്ങൾ ഇതിന് പ്രമാണം നൽകുന്നുണ്ട്. എന്നാൽ ലക്ഷക്കണക്കിന് രൂപ ചെലവിട്ട് പ്രേത ആവാഹനം തുടങ്ങിയവർ നടത്തി ചിലർ സ്വയം നാശമടയുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ പറയാതിരിക്കാൻ വയ്യ. ജീവാത്മാവ്
ഒരിക്കലും നശിക്കുന്നില്ല. പിന്നെ എന്തിനാണ് നാം പോയി ശ്രാദ്ധമൂട്ടുന്നത്? ശ്രാദ്ധമൂട്ടലൊരിക്കലും വൈദികമല്ല. നമ്മുടെ ചില വിശ്വാസങ്ങൾക്കനുസരിച്ച്, ജീവിത രീതികൾക്കനുസരിച്ച്, പണ്ടേ തുടർന്നു വന്ന ആചാരങ്ങൾക്കനുസരിച്ച് പോകുന്നുവെന്ന് മാത്രം. ഇവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ശ്ലോകവുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. നമസ്കാരം. ശുഭസുദിനം.